പ്രിയ കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 11 അക്കൗണ്ടൻസിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 1 ഈ പാഠത്തിൻ്റെ 6ാം ഭാഗത്തേക്കാണ് കിടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്കായിട്ട് തന്നിരുന്ന ക്വസ്റ്റ്യനാണ്. ഏതാനും ട്രാൻസാക്ഷൻസ് നൽകിയിരുന്നു. അവയുടെ ജേർണൽ എൻട്രി എഴുതാനായിരുന്നു പറഞ്ഞിരുന്നത്. എല്ലാവരും ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഉത്തരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് 2020 ബിസിനസ് ആരംഭിച്ചതാണ്. ക്യാഷും ബിൽഡിങ്സും അസറ്റായിട്ട് ബിസിനസ്സിലേക്ക് വരുന്നു. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ബിൽഡിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് 1,75,000 ക്യാഷായിട്ടും 1 lakhൻ്റെ ബിൽഡിങ്സ് ആയിട്ടും 2,75,000 ആണ് ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് വരുന്നത്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ആൻഡ് ബിൽഡിങ്സ് ഈസ് ദ ഡൊണേഷൻ. തുടർന്ന് 2-ാം തീയതി ക്യാഷ് പർച്ചേസസ് ആണ്. സോ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 75,000 ആണ് എമൗണ്ട്. ദെൻ തുടർന്ന് 3-ാം തീയതി ക്രെഡിറ്റ് സെയിൽസ് ആണ്. രമേഷിന് സാധനങ്ങൾ കടമായിട്ട് വിറ്റതാണ്. സോ രമേഷ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു സെയിൽസ് അക്കൗണ്ട് 30,000. 4-ാം തീയതി വേജസ് നൽകിയതാണ്. സോ വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 500. ദെൻ തുടർന്ന് 6-ാം തീയതി ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു സെയിൽസ് അക്കൗണ്ട് 10,000. 10-ാം തീയതി ട്രേഡ് എക്സ്പെൻസസ് നൽകിയതാണ്. എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ട്രേഡ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ 700 ടു ക്യാഷ് അക്കൗണ്ട് 700. അടുത്തായിട്ട് 12-ാം തീയതി രമേശ് ക്യാഷ് തന്നു. അയാൾക്ക് 500 രൂപ ഡിസ്കൗണ്ട് അനുവദിച്ചു. ക്യാഷ് ലഭിച്ചത് 29,500 ആണ്. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 29,500. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ 500 ടു രമേഷ് അക്കൗണ്ട് 30,000. രമേഷ് 30,000 ആയിരുന്നു സെയിൽസിൻ്റെ വകയിൽ തരാനുണ്ടായിരുന്നത്. അയാൾക്ക് 500 രൂപ ഡിസ്കൗണ്ട് അനുവദിക്കുന്നു. ഡിസ്കൗണ്ട് അലൗഡ് ആണ് ഇവിടെ 500. ഡിസ്കൗണ്ട് അലൗ ചെയ്തതുകൊണ്ട് അത് ബിസിനസ് എക്സ്പെൻസ് ആയതുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 29,500. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ 500 ടു രമേഷ് അക്കൗണ്ട് 30,000. ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ ഡെപ്റ്റർ ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് ടു ഹിം. ദെൻ 14-ാം തീയതി ക്രെഡിറ്റ് പർച്ചേസസ് ആണ്. സുധീർ എന്ന് പറയുന്ന ആളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയതാണ്. സോ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ 27,000 ടു സുധീർസ് അക്കൗണ്ട് 27,000. തുടർന്ന് 18-ാം തീയതി കാർട്ടേജ് ചരക്ക് കൂലി കൊടുത്തതാണ്. കാർട്ടേജ് എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. കാർട്ടേജ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 1,000. 20-ാം തീയതി സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പണം എടുത്തതാണ്. സോ ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റർ 5,000 ടു ക്യാഷ് അക്കൗണ്ട് 5,000. 22-ാം തീയതി ബിസിനസ്സിൽ നിന്നും സ്വകാര്യ ആവശ്യങ്ങൾക്ക് സാധനം എടുത്തതാണ്. ഡ്രോവിങ്സ് ഗുഡ്സ് ആണ്, അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. സോ ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റർ 2,000 ടു പർച്ചേസസ് അക്കൗണ്ട് 2,000. തുടർന്ന് 25-ാം തീയതി സുധീറിന് പേയ്മെൻറ്റ് നൽകുന്നതാണ്. സുധീറിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ കടമായിട്ട് വാങ്ങിയിരുന്നു. 27,000 രൂപയുടെ സാധനങ്ങളായിരുന്നു വാങ്ങിയിരുന്നത്. എന്നാൽ 300 രൂപ നമുക്ക് കിഴിവോടെ ലഭിക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. സോ ദ ജേർണൽ എൻട്രി വിൽ ബി സുധീർസ് അക്കൗണ്ട് ഡെറ്റർ 27,000 ടു ക്യാഷ് അക്കൗണ്ട് 26,700 ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് 300. Cash paid to creditor and discount
received from him. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റിട്ടേൺ ഓഫ് ഗുഡ്സിനെ കുറിച്ചാണ്. ബിസിനസ്സിലേക്ക് സാധനങ്ങൾ മടങ്ങി വരാറുണ്ട്, വിറ്റ സാധനങ്ങൾ മടക്കി ലഭിക്കാറുണ്ട്, അല്ലെങ്കിൽ വാങ്ങിയ സാധനങ്ങൾ സപ്ലയേഴ്സിന് തിരികെ കൊടുക്കാറുണ്ട്. സോ റിട്ടേൺ ഓഫ് ഗുഡ്സ് മേ ബി ഓഫ് ടു ടൈപ്സ്: പർച്ചേസസ് റിട്ടേൺസ് ആൻഡ് ഓൾസോ സെയിൽസ് റിട്ടേൺ. സപ്ലയേഴ്സിന് സാധനങ്ങൾ മടക്കി നൽകുന്നതാണ് പർച്ചേസസ് റിട്ടേൺ. എന്നാൽ വിറ്റ സാധനങ്ങൾ കസ്റ്റമേഴ്സ് മടക്കി നൽകുന്നതാണ് സെയിൽസ് റിട്ടേൺ. ഇവയെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് പർച്ചേസ് റിട്ടേണിനെ കുറിച്ച് കാണാം. ഗുഡ്സ് റിട്ടേൺ ടു സപ്ലയേഴ്സ് ഈസ് കോൾഡ് പർച്ചേസസ് റിട്ടേൺ. വാങ്ങിയ സാധനങ്ങൾ സപ്ലയേഴ്സിന് മടക്കി നൽകുന്നതാണ് പർച്ചേസസ് റിട്ടേൺ. Return of goods to the suppliers is called purchasers return. Goods may be returned to suppliers if they carry defects or if they are not according to the specifications of the buyer. സപ്ലയേഴ്സിന് സാധാരണ സാധനങ്ങൾ മടക്കി കൊടുക്കുന്നത് ഗുണമേന്മയില്ലാത്ത സാധനങ്ങളായതിനാലോ അല്ലെങ്കിൽ ഓർഡർ കൊടുത്തതിനനുസരിച്ചുള്ള സാധനങ്ങളില്ലാത്തതിനോ ആവാം. ഇത്തരത്തിൽ സാധനങ്ങൾ സപ്ലയേഴ്സിന് മടക്കി നൽകുന്നതിനാണ് പർച്ചേസസ് റിട്ടേൺ എന്ന് പറയുന്നത്. പർച്ചേസ് ചെയ്ത സാധനങ്ങൾ റിട്ടേൺ ചെയ്യുന്നു, സപ്ലയേഴ്സിന് മടക്കി നൽകുന്നു. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റിട്ടേൺ ഔട്ട്വേർഡ്സ്. പർച്ചേസസ് റിട്ടേണിനെ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്നിവിടെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ബിസിനസ്സിന് പുറമേക്ക് സപ്ലയേഴ്സിനെയാണ് സാധനങ്ങൾ മടക്കി നൽകുന്നത്. അതുകൊണ്ട് പർച്ചേസസ് റിട്ടേണിനെ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്നും വിശേഷിപ്പിക്കുന്നു. പർച്ചേസസ് റിട്ടേണിൻ്റെ ജേർണൽ എൻട്രി എന്താണെന്ന് നോക്കാം. ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത് സപ്ലയേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിനാണ്. കാരണം സാധനം വാങ്ങിയപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിരുന്നു. എന്നാൽ സാധനം മടക്കി നൽകുമ്പോൾ അത്ര കുറവ് മാത്രം ക്രെഡിറ്റേഴ്സിന് പണം കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ക്രെഡിറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്യുന്നത്. പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ടിനാണ് ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നത്. സോ ദ ജേർണൽ എൻട്രി ഫോർ പർച്ചേസസ് റിട്ടേൺ ഈസ് സപ്ലയേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ട്. ഓർമ്മിച്ച് വെക്കാൻ എളുപ്പമാണ്. നമുക്കറിയാം, സാധനങ്ങൾ വാങ്ങുമ്പോൾ പർച്ചേസസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. എന്നാൽ ഇവിടെ സാധനങ്ങൾ മടക്കി നൽകുന്നു. ആ സമയത്ത് പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, പർച്ചേസസ് ഒരു എക്സ്പെൻസ് എന്ന നിലയിലാണ്, അല്ലെ എക്സ്പെൻസ് വർദ്ധിക്കുന്നതിനാലാണ് പർച്ചേസസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എക്സ്പെൻസസ് കുറയുന്നു, കാരണം സാധനങ്ങൾ തിരിച്ചു നൽകുന്നു. വാങ്ങിയ സാധനങ്ങൾ തിരികെ നൽകുന്നതിനാൽ അവിടെ എക്സ്പെൻസ് കുറയുന്നു. അതുകൊണ്ട് പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. So the journal entry for purchasers return is suppliers or creditors account debted to purchasers return account. സാധനങ്ങൾ മടക്കി നൽകുന്നതിനാൽ ക്രെഡിറ്റേഴ്സ് കുറയുന്നു. അതുകൊണ്ടാണ് ക്രെഡിറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്തത്. എന്നാൽ സാധനങ്ങൾ മടക്കി നൽകുമ്പോൾ അവിടെ എക്സ്പെൻസസ് കുറയുന്നതിനാൽ പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. പർച്ചേസസ് റിട്ടേൺ ജേർണൽ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സോഴ്സ് ഡോക്യുമെൻ്റാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുക. സോ ഡെബിറ്റ് നോട്ട് ഈസ് ദ സോഴ്സ് ഡോക്യുമെൻറ്റ് ഫോർ റെക്കോർഡിംഗ് പർച്ചേസസ് റിട്ടേൺ ഇൻ ദ ജേർണൽ. പർച്ചേസസ് റിട്ടേൺ രേഖപ്പെടുത്തുന്നത് ഡെബിറ്റ് നോട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് സാധനം മടക്കി നൽകുമ്പോൾ സപ്ലയേഴ്സിന് നൽകുന്ന ഇൻറ്റിമേഷനാണ്. സാധനങ്ങൾ മടക്കി നൽകുന്നതിനൊപ്പം നൽകുന്ന രേഖയാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. സപ്ലയേഴ്സിന് സാധനങ്ങൾ മടക്കി നൽകുമ്പോൾ അവിടെ ആ ബയർ തയ്യാറാക്കുന്നതാണ് ഡെബിറ്റ് നോട്ട്. ബയർ തയ്യാറാക്കി സെല്ലർക്ക് നൽകുന്ന ഒന്നാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. സാധനങ്ങൾ മടക്കി നൽകുമ്പോൾ അവയോടൊപ്പം ഡെബിറ്റ് നോട്ട് കൂടെ സപ്ലയേഴ്സിന് നൽകാറുണ്ട്. ആ ഡെബിറ്റ് നോട്ടിനെ ബേസ് ചെയ്ത് വേണം പർച്ചേസസ് റിട്ടേൺ ജേർണൽ രേഖപ്പെടുത്താൻ.
അടുത്തായിട്ട് നമ്മൾ സെയിൽസ് റിട്ടേണിനെ കുറിച്ചാണ് കാണുന്നത്. ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ് ടു ദ ബിസിനസ് ഈസ് കോൾഡ് സെയിൽസ് റിട്ടേൺ. വിറ്റ സാധനങ്ങൾ തിരികെ കസ്റ്റമേഴ്സ് നൽകുന്നതാണ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. സോ ദ ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ് ടു ദ ബിസിനസ് ഈസ് കോൾഡ് സെയിൽസ് റിട്ടേൺ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റിട്ടേൺ ഇൻവേർഡ്സ്. ബിസിനസ്സിനുള്ളിലേക്ക് വരുന്ന റിട്ടേൺ ആണ്. സാധനങ്ങൾ മടങ്ങി വരുന്ന ബിസിനസ്സിലേക്കാണ്. കസ്റ്റമേഴ്സ് സാധനങ്ങൾ മടക്കി തരുന്നതിനാലാണ് റിട്ടേൺ ഇൻവേർഡ്സ് എന്നുകൂടി സെയിൽസ് റിട്ടേണിനെ വിശേഷിപ്പിക്കുന്നത്. ജേർണൽ എൻട്രി: സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റഡ് ടു കസ്റ്റമേഴ്സ് ഓർ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. കാരണം സാധനങ്ങൾ വിറ്റതാണ് മടങ്ങി വരുന്നത്. സെയിൽസിന് നമുക്കറിയാം ക്രെഡിറ്റ് ചെയ്യുകയാണ്, കാരണം അതൊരു റവന്യൂ ആണ്. എന്നാൽ ഇവിടെ റവന്യൂ കുറയുന്നു. സാധനങ്ങൾ മടക്കി നൽകുന്നതിനാൽ റവന്യൂ കുറയുന്നതിനാൽ സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. എന്നാൽ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൽ നിന്ന് ലഭിക്കാനുള്ള തുക കുറയുന്നു. അപ്പോൾ ഡെപ്റ്റേഴ്സ് കുറയുന്നതിനാൽ അവിടെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. സാധനം വിൽക്കുമ്പോൾ നമുക്കറിയാം ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാണ്. എന്നാൽ സാധനങ്ങൾ മടക്കി നൽകുമ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. സോ ദ ജേർണൽ എൻട്രി വിൽ ബി സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെപ്റ്റേഴ്സ് ഓർ കസ്റ്റമേഴ്സ് അക്കൗണ്ട്. സെയിൽസ് റിട്ടേൺ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് നോട്ടാണ്. നമുക്കറിയാം സാധനങ്ങൾ മടക്കി ലഭിക്കുമ്പോൾ അവിടെ ഡെബിറ്റ് നോട്ട് ലഭിക്കുന്നു. അതിൽ എത്രമാത്രം സാധനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നൽകുന്ന മറുപടിയാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുക. ഡെബിറ്റ് നോട്ടിന് നൽകുന്ന റിപ്ലൈ ആയിട്ടാണ് തിരികെ നൽകിയിരിക്കുന്ന സാധനങ്ങൾ എത്രമാത്രം അംഗീകരിച്ചിരിക്കുന്നു എന്നുകൊണ്ട് മറുപടി നൽകുന്നതാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ആ ക്രെഡിറ്റ് നോട്ട് തയ്യാറാക്കുന്നത് സെല്ലറാണ്. സെല്ലർ തയ്യാറാക്കി ബയർക്ക് നൽകുന്നതാണ് ക്രെഡിറ്റ് നോട്ട്. എന്നാൽ ഡെബിറ്റ് നോട്ട് തയ്യാറാക്കുന്ന ഒരു ബയറാണ്. ബയർ സെല്ലർക്ക് സാധനം മടക്കി നൽകുമ്പോൾ അവിടെ ബയർ തയ്യാറാക്കി നൽകുന്നതാണ് ഡെബിറ്റ് നോട്ട്. എന്നാൽ അതിന് റിപ്ലൈ ആയിട്ട് നൽകുന്നതാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്രെഡിറ്റ് നോട്ട് തയ്യാറാക്കുന്നത് സാധനങ്ങൾ തിരികെ നൽകിയത് അംഗീകരിച്ചുകൊണ്ട് നൽകുന്ന റിപ്ലൈ ആണെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ അത് തയ്യാറാക്കുന്ന സെല്ലറാണ്. സെല്ലർ തയ്യാറാക്കി ബയർക്ക് നൽകുന്നതാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. സെയിൽസ് റിട്ടേണിനെ സംബന്ധിച്ച് സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് നോട്ടാണ്. ഇവിടെ നമുക്കറിയാം സെയിൽസ് അക്കൗണ്ടിനെ, സാധനം വിൽക്കുമ്പോൾ സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യലാണ്. എന്നാൽ അവിടെ കസ്റ്റമേഴ്സ് സാധനം മടക്കി തരുമ്പോൾ സെയിൽസ് റിട്ടേണിനെ ഡെബിറ്റ് ചെയ്യണം. ഓർമ്മിച്ച് വെക്കുക എളുപ്പമാണ്. പർച്ചേസസിനെ ഡെബിറ്റ് ചെയ്യുന്നു, പർച്ചേസസ് റിട്ടേണിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. നേരെ തിരിച്ച് സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, എന്നാൽ സെയിൽസ് റിട്ടേണിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നൽകിയിരിക്കുന്നത് ഗുഡ്സ് വർത്ത് ₹2,500 റിട്ടേൺഡ് ബൈ മിസ്റ്റർ ഹരിദാസ് ഡ്യൂ ടു ഇൻഫീരിയർ ക്വാളിറ്റി. ഗുണമേന്മയില്ലാത്തതിനാൽ ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തി സാധനങ്ങൾ മടക്കി നൽകുന്നു. അപ്പോൾ ഇവിടെ ഹരിദാസ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ നിന്നും സാധനം വാങ്ങി കസ്റ്റമർ അല്ലെങ്കിൽ ഡെപ്റ്ററാണ്. ആ ഡെപ്റ്റർ സാധനങ്ങൾ മടക്കി തരുന്നു. ഗുഡ്സ് വർത്ത് ₹2,500 റിട്ടേൺഡ് ബൈ മിസ്റ്റർ ഹരിദാസ്. ബിസിനസ്സിൽ നിന്നും വിറ്റ സാധനങ്ങൾ ഹരിദാസ് ഗുണമേന്മയില്ലാത്തതിനാൽ തിരികെ നൽകുന്നു. ₹2,500 മൂല്യമുള്ള വിലയുള്ള വസ്തുക്കൾ, ഗുഡ്സാണ്. അതിൻ്റെ ജേർണൽ എൻട്രി ശ്രദ്ധിക്കുക. സെയിൽസ് റിട്ടേൺ ആണ്. വിറ്റ സാധനങ്ങളാണ് ഹരിദാസ് മടക്കി തരുന്നത്. അതുകൊണ്ട് സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കുക, ഹരിദാസിൻ്റെ അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുക്കുക. സോ ദ ജേർണൽ എൻട്രി വിൽ ബി സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റഡ് 2,500 ടു ഹരിദാസ് അക്കൗണ്ട് 2,500.
ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ. നമുക്കറിയാം സെയിൽസ് റിട്ടേൺ ആണ്. വിറ്റ സാധനങ്ങൾ ഹരിദാസ് മടക്കി നൽകിയതാണ്. അതുകൊണ്ടാണ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഹരിദാസ് എന്ന് പറയുന്ന ഡെപ്റ്റർ തുടർന്ന് 2500 രൂപ കുറവ് നൽകിയാൽ മതി. അതുകൊണ്ട് ഹരിദാസിൻ്റെ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഹരിദാസ് ഡെപ്റ്റർ ആയിരുന്നു, എന്നാൽ 2500 രൂപയുടെ സാധനങ്ങൾ മടക്കി നൽകിയതിനാൽ അത്രയും തുക കുറച്ച് ഹരിദാസ് നൽകിയാൽ മതി ബിസിനസ്സിലേക്ക്. അതുകൊണ്ട് ഹരിദാസിൻ്റെ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു, ഹരിദാസിൻ്റെ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ദെൻ മറ്റൊരു എക്സാമ്പിൾ, ഗുഡ്സ് കോസ്റ്റിംഗ് ₹2000 റിട്ടേൺ ടു വിമൽ ട്രേഡേഴ്സ് ഡ്യൂ ടു ഡിഫക്ട്സ് ഇൻ സപ്ലൈഡ് ഗുഡ്സ്. അവിടെ സാധനങ്ങൾ ഡിഫക്റ്റീവ് ആയതിനാൽ വിമൽ ട്രേഡേഴ്സിന് സാധനങ്ങൾ മടക്കി നൽകുന്നു. ബിസിനസ്സിലേക്ക് വാങ്ങിയ സാധനങ്ങൾ സപ്ലയേഴ്സിന് മടക്കി നൽകുന്നതാണ്. അപ്പോൾ ഇത് പർച്ചേസസ് റിട്ടേൺ ആണ്. വിമൽ ട്രേഡേഴ്സിൽ നിന്നും കടത്തിൽ സാധനങ്ങൾ വാങ്ങിയിരുന്നു. അതിൽ നിന്നും 2000 രൂപ വിലയുള്ള സാധനങ്ങൾ ഡിഫക്റ്റീവ് ആയതിനാൽ തിരികെ അയക്കുന്നതാണ്. അപ്പോൾ ഇത് പർച്ചേസസ് റിട്ടേൺ ആണ്. സോ ദ ജേർണൽ എൻട്രി വിൽ ബി വിമൽ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ട് 2000. വിമൽ ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാൻ കാരണം വിമൽ ട്രേഡേഴ്സ് ക്രെഡിറ്റേഴ്സ് ആയിരുന്നു. എന്നാൽ 2000 രൂപയുടെ സാധനങ്ങൾ മടക്കി നൽകുന്നതിനാൽ അത്ര കുറവ് മാത്രം വിമൽ ട്രേഡേഴ്സിന് പണം നൽകിയാൽ മതി. അതുകൊണ്ട് വിമൽ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ക്രെഡിറ്റേഴ്സ് കുറയുന്നതിനാലാണ് വിമൽ ട്രേഡേഴ്സിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയത്ത് പർച്ചേസസ് റിട്ടേണിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. സോ ദ ജേർണൽ എൻട്രി വിൽ ബി വിമൽ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 2000 ടു പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ട് 2000. ഗുഡ്സ് റിട്ടേൺ ടു സപ്ലയർ. സപ്ലയർക്ക് സാധനങ്ങൾ മടക്കി നൽകിയതാണ്. പർച്ചേസസ് റിട്ടേൺ ആണ്. നമുക്കറിയാം പർച്ചേസസ് റിട്ടേണിനെ ക്രെഡിറ്റ് ചെയ്യണം. ആർക്കാണോ സാധനങ്ങൾ മടക്കി നൽകുന്നത് ആ സപ്ലയേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. ജേർണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്, ഒരു ഇല്ലുസ്ട്രേഷനാണ് നൽകിയിരിക്കുന്നത്. ജേർണലൈസ് ദ ഫോളോവിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് മെസ്സേഴ്സ് ബാനു ട്രേഡേഴ്സ്. 2020 ഡിസംബറിലെ ട്രാൻസാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. 1-ാം തീയതി സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹92,000 ആൻഡ് ഫർണിച്ചർ വാല്യൂഡ് ₹8,000. ഡിസംബർ 1-ന് ബിസിനസ് ആരംഭിക്കുന്നത് 92,000 രൂപ ക്യാഷും അതോടൊപ്പം തന്നെ 8,000 രൂപ വിലയുള്ള ഫർണിച്ചറും ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ്. 2-ാം തീയതി ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ₹60,000. ബാങ്കിൽ പണം നിക്ഷേപിച്ചു 60,000. 4-ാം തീയതി ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഹിമാനി. ഹിമാനി ഇവിടെ സപ്ലയറാണ് അഥവാ ക്രെഡിറ്ററാണ്. ഹിമാനിയിൽ നിന്നും സാധനങ്ങൾ കടത്തിൽ വാങ്ങിയതാണ് 40,000 രൂപയുടെ. 8-ാം തീയതി ഇതിൽ 4,000 രൂപയുടെ സാധനങ്ങൾ ഹിമാനിക്ക് മടക്കി നൽകുന്നു. റിട്ടേൺഡ് ഗുഡ്സ് ടു ഹിമാനി ₹4,000. നമുക്കറിയാം അത് പർച്ചേസസ് റിട്ടേൺ ആണ്. ഹിമാനിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിരുന്നു, അതിൽ 4,000 രൂപയുടെ സാധനങ്ങൾ മടക്കി നൽകുന്നു. അത് പർച്ചേസസ് റിട്ടേൺ ആണ്. ദെൻ 14-ാം തീയതി ചെക്ക് ഗിവൺ ടു ഹിമാനി ₹36,000. ഹിമാനിക്ക് ചെക്ക് നൽകുകയാണ്. 36,000 രൂപയാണ് നൽകാനുള്ളത്. 40,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിയതിൽ 4,000 രൂപയുടെ സാധനങ്ങൾ മടക്കി നൽകുന്നു. അപ്പോൾ ഹിമാനിക്ക് ഇനി തുടർന്ന് നൽകേണ്ട 36,000 രൂപയാണ്. അതിനുള്ള ചെക്ക് നൽകുന്നു 14-ാം തീയതി. ദെൻ 17-ാം തീയതി ഗുഡ്സ് സോൾഡ് ടു മെസ്സേഴ്സ് ഗോയൽ ട്രേഡേഴ്സ് ₹35,000. ഗോയൽ ട്രേഡേഴ്സിന് 35,000 രൂപയുടെ സാധനങ്ങൾ കടമായി വിൽക്കുന്നു. 17-ാം തീയതി ഗുഡ്സ് സോൾഡ് ടു 19-ാം തീയതി ഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് ₹5,000. 5,000 രൂപയുടെ ക്യാഷ് ബാങ്കിൽ നിന്നും എടുത്തു സ്വകാര്യ ആവശ്യങ്ങൾക്കാണ്. വ്യക്തിഗത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബാങ്കിൽ നിന്നും പണം എടുത്തത്. അപ്പോൾ അത് ഡ്രോവിങ്സ് ആണ്.
ബാങ്കിൽ നിന്നും സ്വകാര്യ ആവശ്യങ്ങൾക്ക് പണമെടുത്തതാണ്. ദെൻ 21-ാം തീയതി ഗോയൽ ട്രേഡേഴ്സ് റിട്ടേൺഡ് ഗുഡ്സ് ₹3,500. 35,000 രൂപയുടെ സാധനങ്ങൾ ഗോയൽ ട്രേഡേഴ്സിന് കടമായിട്ട് വിറ്റിരുന്നു. അതിൽ 3,500 രൂപയുടെ സാധനങ്ങൾ മടക്കി നൽകുന്നു. അപ്പോൾ അത് സെയിൽസ് റിട്ടേൺ ആണ്. ഗോയൽ ട്രേഡേഴ്സിൽ നിന്നുമുള്ള സെയിൽസ് റിട്ടേൺ ആണ്. 26-ാം തീയതി ക്യാഷ് റിസീവ്ഡ് ഫ്രം ഗോയൽ ട്രേഡേഴ്സ് ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട് 31,000. 35,000 രൂപയുടെ സാധനങ്ങളായിരുന്നു കടമായിട്ട് ഗോയൽ ട്രേഡേഴ്സിന് വിൽപ്പന നടത്തിയത്. 3,500 രൂപയുടെ സാധനങ്ങൾ മടക്കി നൽകുന്നു. 21-ാം തീയതി ഗോയൽ ട്രേഡേഴ്സ് 3,500 രൂപയുടെ സാധനങ്ങൾ മടക്കി നൽകിയിരുന്നു. അപ്പോൾ അതുപ്രകാരം 31,500 രൂപയാണ് ഇനി ഗോയൽ ട്രേഡേഴ്സ് ബിസിനസ്സിലേക്ക് തരാനുള്ളത്. എന്നാൽ 31,000 തന്നുകൊണ്ട് കണക്ക് തീർക്കുന്നു എന്ന് പറഞ്ഞാൽ 500 രൂപ ഡിസ്കൗണ്ട് അലൗഡ് ആണ് ആ കേസിൽ. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് കൂടി കണക്കിലെടുക്കണം. ഫുൾ സെറ്റിൽമെൻറ്റോടുകൂടി 31,000 ആണ് നൽകുന്നത്. 31,500 ആയിരുന്നു ഗോയൽ ട്രേഡേഴ്സ് തരാനുണ്ടായിരുന്നത്. അതിൽ 31,000 തന്നുകൊണ്ട് കണക്ക് തീർക്കുമ്പോൾ 500 രൂപ ഡിസ്കൗണ്ട് അലൗഡായിട്ട് പരിഗണിക്കണം. ദെൻ 28-ാം തീയതി ഗുഡ്സ് ഗിവൺ ആസ് ചാരിറ്റി ₹2,000. 2,000 രൂപ വിലയ്ക്കുള്ള സാധനങ്ങൾ ചാരിറ്റി ആയിട്ട് മറ്റ് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. ചാരിറ്റി ആയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ പാവപ്പെട്ട ആൾക്കാർക്ക് സഹായിക്കാൻ വേണ്ടി സംഭാവനയായിട്ട് 2,000 രൂപയുടെ സാധനങ്ങളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ചാരിറ്റി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ് ബിസിനസ്സിന്. സോ ചാരിറ്റി അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. ഇവിടെ സാധനങ്ങൾ കൊടുത്തത് കൊണ്ട് പർച്ചേസസ് അക്കൗണ്ടിനാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുക്കേണ്ട മറ്റൊരു സാഹചര്യമാണ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടർ ആസ് ചാരിറ്റി. ചാരിറ്റിക്ക് വേണ്ടി സാധനങ്ങൾ കൊടുക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉടമസ്ഥൻ ബിസിനസ്സിൽ നിന്ന് സാധനങ്ങൾ എടുക്കുമ്പോഴും പർച്ചേസ് അക്കൗണ്ടാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അതുപോലെ പർച്ചേസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുക്കേണ്ട മറ്റൊരു സാഹചര്യമാണ് ഗുഡ്സ് ഗിവൺ ആസ് ചാരിറ്റി. ബിസിനസ്സിൽ നിന്നും മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സംഭാവനയായിട്ട് സാധനങ്ങൾ നൽകുന്നതും പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ഈ ട്രാൻസാക്ഷൻ്റെ ജേർണലിലേക്ക് നമുക്കൊന്ന് കടക്കാം. 1-ാം തീയതി ക്യാഷും ഫർണിച്ചറും കൊണ്ട് ബിസിനസ് ആരംഭിച്ചതാണ്. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 92,000, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ 8,000, ടു ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh. 92,000 ക്യാഷും 8,000 രൂപ വിലയുള്ള ഫർണിച്ചറുമായിട്ട് ബിസിനസ് ആരംഭിച്ചതാണ്. തുടർന്ന് 2-ാം തീയതി ബാങ്കിൽ പണം നിക്ഷേപിച്ചു. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 60,000 ആണ് എമൗണ്ട്. തുടർന്ന് 4-ാം തീയതി ഹിമാനിയിൽ നിന്നും കടമായി സാധനങ്ങൾ വാങ്ങുന്നതാണ്. ക്രെഡിറ്റ് പർച്ചേസസ് ആണ്. സോ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ 40,000 ടു ഹിമാനിസ് അക്കൗണ്ട് 40,000. ദെൻ തുടർന്ന് 8-ാം തീയതി 4,000 രൂപയുടെ സാധനങ്ങൾ മടക്കി നൽകുന്നു ഹിമാനിക്ക്. ഹിമാനിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയതായിരുന്നു. അതിൽ 4,000 രൂപയുടെ സാധനങ്ങൾ മടക്കി നൽകുന്നു. സോ ഇറ്റ് ഈസ് പർച്ചേസസ് റിട്ടേൺ. നമുക്കറിയാം പർച്ചേസസ് റിട്ടേണിനെ ക്രെഡിറ്റ് ചെയ്യണം. ഹിമാനിയുടെ അക്കൗണ്ടിനെയാണ് ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത്. സോ ഹിമാനീസ് അക്കൗണ്ട് ഡെറ്റർ 4,000 ടു പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ട് 4,000. ദെൻ തുടർന്ന് 14-ാം തീയതി ഹിമാനിക്ക് ചെക്ക് നൽകുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം തുടർന്ന് 36,000 രൂപയാണ് കൊടുക്കേണ്ടത്. 40,000 രൂപയുടെ സാധനങ്ങളായിരുന്നു കടത്തിൽ വാങ്ങിയത്. അതിൽ 4,000 രൂപയുടെ സാധനങ്ങൾ മടക്കി നൽകി. തുടർന്ന് 36,000 രൂപയാണ് നൽകാനുള്ളത്. ഹിമാനിക്ക് 36,000 രൂപയുടെ ചെക്ക് നൽകുന്നതാണ് 14-ാം തീയതിയിലെ ട്രാൻസാക്ഷൻ. സോ ഹിമാനീസ് അക്കൗണ്ട് ഡെറ്റർ 36,000 ടു ബാങ്ക് അക്കൗണ്ട് 36,000. പേയ്ഡ് ടു ക്രെഡിറ്റർ ബൈ ചെക്ക്. ചെക്കിലൂടെ ക്രെഡിറ്റർക്ക് പേയ്മെൻറ്റ് നൽകിയതാണ്. സോ ഹിമാനീസ് അക്കൗണ്ട് ഡെറ്റർ 36,000 ടു ബാങ്ക് അക്കൗണ്ട് 36,000. തുടർന്ന് 17-ാം തീയതി ഗോയൽ ട്രേഡേഴ്സിന് സാധനങ്ങൾ കടമായിട്ട് വിറ്റതാണ്. ഗോയൽ ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 35,000 ടു സെയിൽസ് അക്കൗണ്ട് 35,000. ക്രെഡിറ്റ് സെയിൽസിൻ്റെ എൻട്രിയാണ്. 19-ാം തീയതി ബാങ്കിൽ നിന്നും സ്വകാര്യ ആവശ്യങ്ങൾക്ക് പണമെടുത്തതാണ്. സോ ഡ്രോവിങ്സ് ആണ്. ബാങ്കിൽ നിന്നുള്ള ഡ്രോവിങ്സ് ആണ്. സോ ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റർ 5,000 ടു ബാങ്ക് അക്കൗണ്ട് 1,000. ഡ്രോവിങ്സ് ഫ്രം ബാങ്ക്.
സ്വകാര്യ ആവശ്യങ്ങൾക്ക് ബാങ്കിൽ നിന്നും പണം എടുത്തതാണ്. അതുകൊണ്ടാണ് ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് വരുന്നത്. ദെൻ 21-ാം തീയതി ഗോയൽ ട്രേഡേഴ്സ് സാധനങ്ങൾ മടക്കി നൽകുന്നുണ്ട്. 3500 രൂപയുടെ സാധനങ്ങൾ മടക്കി നൽകുന്നു ഗോയൽ ട്രേഡേഴ്സ്. അപ്പോൾ ഇത് സെയിൽസ് റിട്ടേൺ ആണ്. വിറ്റ സാധനങ്ങൾ മടക്കി നൽകുന്നതാണ്. 35,000 രൂപയുടെ സാധനങ്ങൾ ഗോയൽ ട്രേഡേഴ്സിന് 17-ാം തീയതി നൽകിയിരുന്നു. അതിൽ 3500 രൂപയുടെ സാധനങ്ങൾ 21-ാം തീയതി മടക്കി നൽകുന്നു. സെയിൽസ് റിട്ടേൺ ആണ്. നമുക്കറിയാം സെയിൽസ് റിട്ടേണിനെ ഡെബിറ്റ് ചെയ്യണം. സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യണം, സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. സോ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റഡ് ടു ഗോയൽ ട്രേഡേഴ്സ് അക്കൗണ്ട് എന്നാണ് ജേർണൽ എൻട്രി വരിക. ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ. തുടർന്ന് 26-ാം തീയതി ഗോയൽ ട്രേഡേഴ്സ് പണം നൽകുന്നതാണ്. കൃത്യമായിട്ട് പണം തന്നതുകൊണ്ട് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടന്നതിനാൽ 500 രൂപ ഡിസ്കൗണ്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാഷ് എന്ന് പറയുന്നത് 31,000 രൂപയാണ്. 35,000 രൂപയിൽ 3,500 രൂപയുടെ സാധനങ്ങൾ മടക്കി ലഭിച്ചിരുന്നു. അപ്പോൾ തുടർന്ന് 31,500 രൂപയാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതിൽ 500 രൂപ നമ്മൾ കിഴിവ് അനുവദിച്ചു. ഡിസ്കൗണ്ട് അലൗഡ് ആണ്, നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. സോ ദ ജേർണൽ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 31,000, ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ 500 ടു ഗോയൽ ട്രേഡേഴ്സ് അക്കൗണ്ട് 31,500 റിസീവ്ഡ് ഫ്രം ഡെപ്റ്റർ ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ്. ദെൻ അവസാനമായി 28-ാം തീയതി ചാരിറ്റി ആയിട്ട് സാധനങ്ങൾ നൽകിയതാണ്. ചാരിറ്റി അക്കൗണ്ട് ഡെറ്റർ എക്സ്പെൻസ് ആയതിനാൽ ചാരിറ്റിയെ ഡെബിറ്റ് ചെയ്യുന്നു. ചാരിറ്റി അക്കൗണ്ട് ഡെറ്റർ 2,000 ടു പർച്ചേസസ് അക്കൗണ്ട് 2,000. ഗുഡ്സ് ഗിവൺ ആസ് ചാരിറ്റി. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിനുവേണ്ടി ഒരു ഹോംവർക്ക് കൂടി നൽകുന്നു. ഈ ചാപ്റ്ററിലെ 6ാമത്തെ ഹോംവർക്കാണിത്. ജേർണലൈസ് ദ ഫോളോവിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്ക് ഓഫ് ബ്യൂട്ടി ട്രേഡേഴ്സ്. മെസ്സേഴ്സ് ബ്യൂട്ടി ട്രേഡേഴ്സിൻ്റെ ജേണലിൽ എൻട്രീസ് എഴുതാൻ വേണ്ടിയാണ്. ഡിസംബർ 2020 ട്രാൻസാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. 1-ാം തീയതി സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 2 lakh. ക്യാഷ് 2 lakh കൊണ്ട് ബിസിനസ് ആരംഭിച്ചു. 2-ാം തീയതി ബോട്ട് ഓഫീസ് ഫർണിച്ചർ ഫോർ ₹30,000. 30,000 രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങിയതാണ്. ബിസിനസ് ആവശ്യത്തിനുള്ള ഫർണിച്ചർ വാങ്ങിയതാണ് 30,000 രൂപ ഇടത്. 3-ാം തീയതി പെയ്ഡ് ഇൻ ടു ബാങ്ക് ടു ഓപ്പൺ എ കറണ്ട് അക്കൗണ്ട് ₹1 lakh. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ബാങ്കിൽ ബിസിനസ്സുകാർ ആരംഭിക്കുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കറണ്ട് അക്കൗണ്ട് ബാങ്കിൽ 1 ലക്ഷം നിക്ഷേപിച്ചുകൊണ്ട് ആരംഭിച്ചു. ദെൻ 5-ാം തീയതി പർച്ചേസ്ഡ് എ കമ്പ്യൂട്ടർ ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. ഒരു കമ്പ്യൂട്ടർ വാങ്ങി അതിൻ്റെ പേയ്മെൻറ്റ് നൽകിയത് ചെക്കിലൂടെയാണ്. 2,50,000 ചെക്കാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ബാങ്കിൽ 1 lakh ഉള്ളെങ്കിലും അവിടെ ചെക്ക് 2,50,000 ആണ് നൽകിയിരിക്കുന്നത്. അതായത് ഓവർ ഡ്രാഫ്റ്റ് അറേഞ്ച്മെൻ്റ് എന്നാണ് ഇതിന് പറയുക. ബാങ്കിലുള്ള തുകയേക്കാളും കൂടുതൽ പിൻവലിക്കാനുള്ള സൗകര്യം ബാങ്കുകൾ നൽകുന്നതാണ് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലോൺ സൗകര്യമാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ചെക്ക് നൽകി അത്രയും തുക ബാങ്കിൽ നിന്ന് കുറയുന്നേ ഉള്ളൂ. 6-ാം തീയതി ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം രിതിക ഫോർ ₹60,000. ഇപ്പോൾ ക്രെഡിറ്റ് പർച്ചേസസ് ആണ് നടത്തിയിരിക്കുന്നത്. 60,000 രൂപയുടെ ക്രെഡിറ്റ് പർച്ചേസ്. ദെൻ 9-ാം തീയതി സോൾഡ് ഗുഡ്സ് ടു കൃഷ്ണ ഓൺ ക്രെഡിറ്റ് ₹25,000. ക്രെഡിറ്റ് സെയിൽസ് കൃഷ്ണ എന്ന് പറയുന്ന ആൾക്ക് ക്രെഡിറ്റ് സെയിൽസ് നടത്തി 25,000. 14-ാം തീയതി ഗുഡ്സ് റിട്ടേൺഡ് ടു രിതിക. നമുക്കറിയാം രിതികയിൽ നിന്നും 60,000 രൂപയുടെ സാധനം വാങ്ങിയിരുന്നു. അതിൽ 2,000 രൂപയുടെ സാധനം മടക്കി നൽകുന്നു. അപ്പോൾ പർച്ചേസസ് റിട്ടേൺ ആണ് 2,000 രൂപ. 18-ാം തീയതി ഗുഡ്സ് റിട്ടേൺ ടു കൃഷ്ണ 2,000 രൂപയ്ക്ക് കൃഷ്ണയ്ക്ക് സാധനങ്ങൾ മടക്കി. ഗുഡ്സ് റിട്ടേൺഡ് ബൈ കൃഷ്ണ, കൃഷ്ണ മടക്കി തരുന്നു ബിസിനസ്സിലേക്ക്. അപ്പോൾ അത് സെയിൽസ് റിട്ടേൺ ആണ്. കൃഷ്ണ സാധനങ്ങൾ 25,000 രൂപയുടെ സാധനങ്ങൾ 9-ാം തീയതി വാങ്ങിയിരുന്നു. അതിൽ 2,000 രൂപയുടെ സാധനങ്ങളാണ് മടക്കി നൽകുന്നത്. അത് സെയിൽസ് റിട്ടേൺ ആണ്. ദെൻ ചെക്ക് ഗിവൺ ടു ഋതിക 28,000.
28,000 രൂപയുടെ ചെക്ക് നൽകിയതാണ് ഋതികയ്ക്ക്. ദെൻ 22-ാം തീയതി ക്യാഷ് റിസീവ്ഡ് ഫ്രോം കൃഷ്ണ ഓൺ അക്കൗണ്ട് 15,000. 15,000 രൂപയുടെ രൂപ കൃഷ്ണ 22-ാം തീയതി നൽകിയിട്ടുണ്ട്. 26-ാം തീയതി ചെക്ക് റിസീവ്ഡ് ഫ്രോം കൃഷ്ണ ആൻഡ് പെയ്ഡ് ഇൻ ടു ബാങ്ക് ₹8,000. ബാലൻസ് തരാനുള്ള 8,000 രൂപയുടെ ചെക്ക് കൃഷ്ണ തരുന്നു, ബാങ്കിൽ നൽകുന്നു. ഇത്രയും ട്രാൻസാക്ഷൻസാണ് നമുക്ക് ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ ഇവ തയ്യാറാക്കുക. കൂടുതൽ ജേണൽ എൻട്രീസ് ഈ രീതിയിൽ സ്വയം എഴുതി പ്രാക്ടീസ് ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.